ഉമ്മൻചാണ്ടി സാർ വളരെ ശാന്തശീലനായിരുന്നു. സാറിനെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് താങ്കൾ ഭയങ്കര സൗമ്യമായി പെരുമാറുന്ന ശാന്തതയുള്ള ഒരാളാണെന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടെന്ന് ഞാൻ കരുതുകയാണ്. എതിർപക്ഷത്തുള്ള താങ്കളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? അല്ല, എനിക്ക് എതിർപക്ഷത്തും എനിക്ക് അങ്ങനെ പറഞ്ഞില്ലേ, രാഷ്ട്രീയത്തിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മുതലേ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ശാസ്താംകോട്ട കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ കോളേജ് ഇലക്ഷനിൽ KSU ഇല്ലാത്തവണ ഞാൻ മാത്രമേ ജയിച്ചുള്ളൂ. 16 സീറ്റിലാണ് ഇലക്ഷൻ നടന്നത്. 15 സീറ്റിലും SFIക്കാരാണ് ജയിച്ചത്. ഞാൻ ഒരാൾ മാത്രം KSUവിൽ ജയിച്ചത്. പക്ഷേ എനിക്ക് അവരുമായിട്ടെല്ലാം, അന്നത്തെ ഒരു കോളേജ് യൂണിയൻ ചെയർമാൻ ഉണ്ടായിരുന്നു, JP ജയലാൽ. അദ്ദേഹവും ഞാനും ഒക്കെ ആയിട്ട് തമ്മിൽ ഭയങ്കര സൗഹൃദം ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ നിയമസഭയിലാണെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീർ നമുക്ക് നല്ല അടുപ്പമുള്ള ആളാണ്. അതുപോലെ തന്നെ അപ്പുറത്തുള്ള MP രാജേഷ് ആണെങ്കിലും P രാജീവ് ആണെങ്കിലും അവരുമായിട്ടെല്ലാം നമുക്ക് നല്ല അടുപ്പമുണ്ട്, സൗഹൃദമുണ്ട്. അതിലൊന്നും രാഷ്ട്രീയപരമായ വ്യത്യാസം നമ്മൾ നിശ്ചിതമായിട്ട് നിശ്ചിതമായിട്ട് നമ്മൾ വിമർശിക്കും. അതിനൊന്നും നമ്മളൊരു മയവും കൊടുക്കത്തില്ല. നിയമസഭയിൽ അവരെ തുറന്ന് കാണിക്കേണ്ട സമയത്ത് അവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു പിശുക്കും കാണിക്കത്തില്ല. അതെൻ്റെ ജോലിയാണ്. എന്നെ ഒരു പ്രതിപക്ഷ MLA ആയി തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്, ജനാധിപത്യത്തിൽ 2 റോളുണ്ട്. ഭരണപക്ഷത്തിന് ഭരിക്കാനുള്ള റോൾ ജനം കൊടുക്കുമ്പോൾ തന്നെ ഭരിക്കുന്നവർ ശരിയായിട്ട് ഭരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ജനം ഏൽപ്പിക്കുന്നതാണ് പ്രതിപക്ഷത്തെ. അപ്പോൾ ചിലർ പറയുന്നേക്കും പ്രതിപക്ഷം എന്തിനാണ് പ്രതിപക്ഷം എല്ലാത്തിനെയും എതിർക്കുന്നത്? പ്രതിപക്ഷത്തിൻ്റെ റോള് ജനം ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ഇവർ നന്നായി ഭരിക്കുന്നുണ്ടോ? ഇവർ ഫണ്ട് വിനിയോഗിക്കുന്നത് ശരിയാണോ? ഇവർ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ടോ? ഇവർ തെറ്റ് ചെയ്യുന്നുണ്ടോ? സ്വജനപക്ഷപാതം ചെയ്യുന്നുണ്ടോ? അഴിമതി നടത്തുന്നുണ്ടോ? ഇതെല്ലാം കൃത്യമായി നോക്കി വാച്ച് ചെയ്ത് തിരുത്തുന്ന റോളാണ് ഡെമോക്രസിയിൽ ജനം ഓപ്പോസിഷനെ ഏൽപ്പിക്കുന്നത്. അപ്പം അത് നമ്മൾ ചെയ്യും. പക്ഷെ അതേസമയം തന്നെ വ്യക്തിപരമായ സൗഹൃദങ്ങൾ ഇത് തടസ്സമല്ല. ഞാൻ ഒരിക്കലും എൻ്റെ നിയമസഭയിൽ ഒരു പ്രസംഗത്തിലും ഇതുവരെ ഞാൻ പ്രസംഗിച്ച ഒരു വാക്കും രേഖയിൽ നിന്നും നീക്കം ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് അൺപാർലമെൻ്ററി എന്ന് പറഞ്ഞ് നീക്കം ചെയ്തിട്ടില്ല. ആരെങ്കിലും അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് നീക്കം ചെയ്തിട്ടില്ല. വിമർശിക്കും, പക്ഷെ അധിക്ഷേപിക്കില്ല. വ്യക്തിപരമായി ആക്രമിക്കില്ല. പോളിസിയിലുള്ള ഇഷ്യൂസ് പറയും. നയങ്ങളിലുള്ള പോരായ്മകൾ നമ്മൾ പറയും. പക്ഷെ അതൊരിക്കലും വ്യക്തിയാധിക്ഷേപം ആകാതെ നോക്കും. അതുകൊണ്ട് ഞാനതാ പറഞ്ഞത്, ഞാനിപ്പോൾ 3ാമത്തെ ടേമാണ് അസംബ്ലിയിൽ വരുന്നത്. ഈ 3 ടേം നിയമസഭയിൽ പ്രവർത്തിക്കുമ്പോഴും ഒരു തവണ പോലും ഞാൻ പ്രസംഗിച്ച ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാചകം സഭാരേഖയിലും നീക്കം ചെയ്യണമെന്ന് അപ്പുറത്തുനിന്ന് ഒരാൾ സ്പീക്കറോട് പറഞ്ഞിട്ടില്ല. നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സാറിനെ ഞാൻ കുറച്ച് വർഷം പിന്നിലോട്ട് കൊണ്ടുപോവാണ്. ഒരു 2005 ദണ്ഡിയിലേക്ക് ഞാൻ സാറിനെ ക്ഷണിക്കുകയാണ്. 2005 ദണ്ഡി യാത്രയുടെ 75ാമത്തെ ആനിവേഴ്സറി നടക്കുന്നു. അപ്പോൾ അവിടെ കേരളത്തിൽ നിന്നുള്ളൊരു യുവാവും കർണാടകയിൽ നിന്നുള്ളൊരു യുവതിയും ഇതിന് പങ്കെടുക്കാൻ വരികയാണ്. അവർ 22 ദിവസം അവർ അഹമ്മദാബാദിൽ നിന്ന് ദണ്ഡി വരെ യാത്ര ചെയ്യുന്നു. ആ യാത്ര 268 കിലോമീറ്ററിൽ തീർന്നില്ല. അവർ വീണ്ടും സഞ്ചരിച്ചു. 2007 ഗുരുവായൂർ വെച്ചിട്ട് അവർ കല്യാണം കഴിക്കുകയാണ്. സാർ യുവാവിനെ യുവതിയും അറിയുന്ന ആ യാത്ര ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്ര അവിടെ യഥാർത്ഥത്തിൽ സബർമതിയിൽ നിന്നും തുടങ്ങി ദണ്ഡി കടപ്പുറത്ത ആ കടലിൽ നിന്നും വെള്ളം കയ്യിൽ കോരി അവിടെ വെച്ച് അവസാനിക്കേണ്ടതായിരുന്നു. അവിടെ വെച്ച് പ്ലാൻ പ്രകാരമാണെങ്കിൽ അവിടെ വെച്ച് തീരണം. പക്ഷേ നമ്മൾ അങ്ങനെയല്ലല്ലോ. നിയോഗം, തീരുമാനം എന്നൊക്കെ പറയുന്നത് ആ യാത്രയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ദണ്ഡി യാത്രയുടെ 75ാം വാർഷികമായിരുന്നു. അപ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും മഹാത്മാഗാന്ധി ഫൗണ്ടേഷനും കൂടെ സംയുക്തമായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ കൂടെ അന്ന് 35 വയസ്സിൽ താഴെ പ്രായമുള്ള 75 സ്ഥിരം യാത്രികരാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് AICC അന്ന് ഈ 35 വയസ്സിൽ താഴെയുള്ള 75 സ്ഥിരം യാത്രക്കാരെ തിരഞ്ഞെടുത്തപ്പോൾ അന്ന് ഞാൻ KSUവിൻ്റെ കേരളത്തിലെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയിരുന്നു. ഞാൻ MLA ആയിട്ടില്ല, 2005 അപ്പോൾ എന്നെ അത് തിരഞ്ഞെടുത്തു. അതിനകത്ത് ഈ 75 ഒരാളായിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അവസരമാണ് ഞാൻ പറഞ്ഞത്. എന്നെ MLA ആയതിനേക്കാളൊരു പക്ഷേ വലിയ അവസരം താങ്കൾ പറഞ്ഞ കാരണം കൊണ്ട് മാത്രമല്ല. കാരണം ഇപ്പോൾ മഹാത്മാഗാന്ധി സബർമതിയിൽ നിന്ന് നടന്ന അതേ വഴി കൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. അദ്ദേഹം വിശ്രമിച്ച അതേ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ വിശ്രമിക്കുന്നത്.
അതിപ്പോൾ ഗാന്ധി സ്മാരകങ്ങളായിട്ടുണ്ട്, സ്കൂളുകളായിട്ടുണ്ട്, ഗ്രന്ഥശാലകളായിട്ടുണ്ട്. അദ്ദേഹം അന്ന് വിശ്രമിച്ച സ്ഥലങ്ങൾ. അപ്പം ഞങ്ങൾ അവിടെയാണ്, ടെൻറ്റാണ്. ഒരു ടെൻറ്റിൽ 3 പേരാണ്. എൻ്റെ ടെൻറ്റിൽ ഒരു ലക്ഷദ്വീപിൽ നിന്നുള്ളൊരു കോയ ഉണ്ടായിരുന്നു, ഒറീസയിൽ നിന്നുള്ള ഒരാളുണ്ടായിരുന്നു, പിന്നെ ഷാഫി മേത്തർ, നമ്മുടെ ജബി മേത്തറിൻ്റെ ബ്രദർ ഷാഫി അന്നുണ്ടായിരുന്നു അതിന്. അപ്പം ഞങ്ങൾ ഒരു ടെൻറ്റിലാണ് ഉണ്ടായിരുന്നത്. അപ്പം ഈ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം വൈകുന്നേരം ഈ പെർമനൻറ്റ് ടെൻറ്റ് നമ്പറൊക്കെ ഉണ്ട്. ആ നമ്പർ അവിടെയാണ് നമ്മൾ കിടക്കുന്നത്. അപ്പം അങ്ങനെ ഗാന്ധി സഞ്ചരിച്ച അതേ സ്ഥലത്തൂടെ സഞ്ചരിക്കാനും അതേ സ്ഥലത്തിൽ വിശ്രമിക്കാനും ഒക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അവിടെ കനക യഥാർത്ഥത്തിൽ വരുന്നത് ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ടല്ല, മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടാണ്. മലയാളം പറയുന്നില്ല, കർണാടകക്കാരിയാണ്, ഭാഷ വേറെ, ദൂരം, മനസ്സിലായില്ലേ? അതൊന്നും പ്രശ്നമല്ലെന്ന് മനസ്സിലായില്ലേ? ഒന്നും തടസ്സമല്ലെന്ന്. അപ്പം കനക കർണാടകത്തിൽ എഴുതുന്ന കവിയാണ്. അപ്പം അതിന് ഈ മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ്റെ കൂട്ടത്തെയാണ് ഈ സിനിമാ താരങ്ങൾ, കവികൾ, മാധ്യമപ്രവർത്തകർ, കലാകാരന്മാർ ഒക്കെ ഉള്ളത്. അന്ന് സഞ്ജയ് ദത്തൊക്കെ ഉണ്ട്. സഞ്ജയ് ദത്ത് അല്ല, സുനിൽ ദത്ത്, സഞ്ജയ് ദത്തിൻ്റെ പിതാവ് സുനിൽ ദത്ത് ഉണ്ട്. അതുപോലെ ഒരുപാട് എഴുത്തുകാരും ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടാണ് കനക എത്തുന്നത്. ഞങ്ങൾ എന്തായാലും അവിടെ വെച്ച് കണ്ടു, പരിചയപ്പെട്ടു, ഒപ്പം നടന്നു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിർത്തിയോ ദൂരമോ ഭാഷയോ ഒന്നും പ്രണയത്തിനൊരു തടസ്സമല്ല എന്ന് ഞങ്ങൾ കാണിക്കുന്നു. ഇനി സർ, കുണ്ടറയിൽ അടുത്ത വർഷം മത്സരിക്കുമ്പോൾ ഇനിയും അവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, പ്രതീക്ഷകൾ, ഇനി അവിടെ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറേ കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഒന്ന്, ഞാൻ കുറേ വാഗ്ദാനങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ വളരെ പ്രയാസമുള്ളൊരു ഇലക്ഷനായിരുന്നു. പക്ഷേ UDF അധികാരത്തിൽ വരുമെന്നാണ് കരുതിയിരുന്നത്. 2021 UDF അധികാരത്തിൽ വരേണ്ടതാണ്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് കരുതിയ കുറേ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷത്താണെങ്കിലും ഞാൻ അതൊന്നും പിന്നോട്ട് പോയില്ല. കുണ്ടറ ഏറ്റവും വലിയ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്. ടൗണിൽ തന്നെ 3 റെയിൽവേ ഗേറ്റുകളുണ്ട്. അപ്പോൾ അതിൽ പള്ളിമുക്ക് മേൽപ്പാലത്തിൻ്റെ സ്ഥലം ഏറ്റെടുക്കലൊക്കെ തുടങ്ങി. അത് മേൽപ്പാലം പണിയുന്നതിനുള്ള കാര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് എത്രയും വേഗം പൂർത്തിയാക്കണം. അതുപോലെ തന്നെ പിന്നെ കുടിവെള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം പൂർത്തിയാക്കണം. അതുപോലെ തന്നെ അവിടെ KSRTC സ്റ്റാൻഡ് ഇല്ലാത്തൊരു സ്ഥലമാണ്, ഡിപ്പോ ഇല്ല. അപ്പോൾ അതിന് നമ്മൾ പണം അനുവദിപ്പിച്ചിട്ടുണ്ട്, 5 കോടി. സ്ഥലം ഏറ്റെടുപ്പും മറ്റ് നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. സ്പോർട്സിൽ കുറേ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞാൻ അവിടെ കണക്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടൊരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ കാര്യം ചെയ്യുന്നുണ്ട് കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ളത്. അതുകൂടാതെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പിള്ളേർ ഈ എഞ്ചിനീയറിങ്ങിൻ്റെയും MBBSൻ്റെ എൻട്രൻസ് മാത്രമേ പല പിള്ളേർക്കും അറിയത്തുള്ളൂ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലെ കുട്ടികൾ. നമ്മുടെ ഒരു ഗ്രാമീണ മേഖലയാണ്, കൊല്ലമാണെങ്കിലും കുണ്ടറയാണ്. കശുവണ്ടി തൊഴിലാളികളുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന സാധാരണ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എല്ലാ വർഷവും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസിന് ഒരു 7-8 മാസം മുമ്പ് അവർക്ക് ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കും. എന്നിട്ട് 1000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മോക്ക് എൻട്രൻസ് നടത്തും. അതിൽ പാസ്സാവുന്ന കുട്ടികൾക്ക് നമ്മളൊരു 3 മാസം പരിശീലനം കൊടുക്കും. എന്നിട്ട് അവർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എഴുതും. അപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ നടത്തിയ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇന്ത്യയിലെ വിവിധ കേന്ദ്ര സർവകലാശാലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻക്ലൂഡിങ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ജെഎൻയുവിലടക്കം പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ആർക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എന്താണെന്നറിയത്തില്ല, എപ്പോൾ അപ്ലൈ ചെയ്യണമെന്ന് അറിയത്തില്ല, അതിലെന്ത് പഠിക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ CUT ക്ലബ്ബുകൾ ഉണ്ടാക്കി എൻ്റെ 16 ഹയർ സെക്കൻഡറി സ്കൂളിലും CUT ക്ലബ്ബുകൾ ഉണ്ടാക്കിയിട്ട് ഈ CUT എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ കണക്ട് കുണ്ടറയിൽ. ഇപ്പോൾ ഓരോ സബ്ജക്റ്റിൽ കരിയറുണ്ട്. ഇപ്പോൾ ഫിസിക്സിലുണ്ട്, മാത്തമാറ്റിക്സിലുണ്ട്, ഹ്യൂമാനിറ്റീസിലുണ്ട്. 8ാം ക്ലാസ് മുതൽ പിള്ളേർക്ക് ആ കരിയർ അവയർനെസ് കൊടുക്കുകയാണ്. 10ആവുന്നതിന് മുമ്പ് തന്നെ എന്ത് പഠിക്കണം, ഏത് ഹയർ എഡ്യൂക്കേഷനിൽ എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് പിള്ളേർക്ക് നല്ല ധാരണ ഉണ്ടാവണം. അപ്പോൾ അത് കുറച്ചും കൂടെ പിന്നെ വിപുലമാക്കണം. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തി. ബെന്യാമിനും ബിനോയ് തോമസും സുഭാഷ് ചന്ദ്രനും ഒക്കെ വന്നു. മണ്ഡലത്തിൽ ഈ എഴുത്തും വായനയും കവിത എഴുതുന്ന ഒക്കെ താല്പര്യമുള്ള കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് എക്സ്പോഷർ ഉണ്ടാവണം. അതിന് വലിയ വലിയ എഴുത്തുകാരെ കൊണ്ട് അവരുമായിട്ട് ആശയവിനിമയം നടത്തിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുറേ സമയക്കുറവ് കൊണ്ടാണ്. അതൊക്കെ കുറച്ചുകൂടെ വിപുലമാക്കണം. ഈ നോർത്ത് ഇന്ത്യയിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളെക്കാളേറെ അവരെല്ലാത്തരം എൻട്രൻസുകളും നമ്മൾ ഈ എൻജിനീയറിംഗ് മെഡിസിൻ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് അവരതെല്ലാം
എഴുതി പല UPSC പോസ്റ്റുകളെല്ലാം വരുമ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസ് ഒത്തിരി വരുന്നതിൻ്റെ റീസൺ അവരൊരു 10ാം ക്ലാസ്സിന് മുന്നേ തന്നെ ആ വഴിയും കൂടി ചിന്തിക്കും. നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നില്ല എന്നുള്ളതല്ലേ, നമ്മളൊരു സിംഗിൾ ലൈൻ. അതാണ് ഞാനത് ആ ഇഷ്യൂ ആയിട്ട് ഞാനൊരു സർവേ നടത്തിയിട്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് വന്നത്. പറഞ്ഞ വളരെ കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ ഈ ആകെ 2 എൻട്രൻസിൽ ആണ് കുട്ടികൾ മുഴുവൻ. എത്ര എൻട്രൻസാണ് ഉള്ളത്? എത്ര ഈ ഉപരിപഠനത്തിന് ഇപ്പോൾ എത്ര അവസരങ്ങളാണുള്ളത്? പലപ്പോഴും കുട്ടികൾ അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്നുള്ളതാണ്. ജോലിയും അതിനുശേഷം വരുന്ന ജോലികളുടെ പോസ്റ്റുകളും അങ്ങനെയല്ലേ വരിക. അതുമാത്രമല്ല, പല കോഴ്സുകളും നമുക്ക് ഈ പൂർണ്ണ സ്കോളർഷിപ്പിൽ പഠിക്കാവുന്നതുണ്ട്. വീട്ടുകാർ ചിലവ് ഫീസ് പോലും കൊടുക്കേണ്ടാതെ മിടുക്കരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പിൽ പഠിക്കാൻ കഴിയുന്ന എത്രയോ കോഴ്സുകളുണ്ട്. അവരെ അറിയിക്കാന്നുള്ളതാണ് നമ്മുടെ പരിപാടി. കുണ്ടറ കണക്ട് അവിടെ ഉണ്ട്. അപ്പോൾ പല ഭാഗങ്ങളിലേക്ക് കണക്ട് വരേണ്ടിയിരിക്കുന്നു. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അവിടെ വന്നിട്ട് പറഞ്ഞിരുന്നത് മറ്റു കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണെന്ന് ശ്രീ വി ശിവൻകുട്ടി തന്നെ പറയുന്നുണ്ടായി.